നമ്മൾ ക്രിസ്മസിനൊക്കെ ആയിട്ട് ഒരുങ്ങുമല്ലേ? ആണോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അനേകം വർഷങ്ങളായി, അനേക നൂറ്റാണ്ടുകളായി, അനേക സഹസ്രാബ്ദങ്ങളായി കാത്തിരിപ്പിനൊടുവിൽ രക്ഷകൻ ക്രിസ്തു ഈ ഭൂമിയിൽ ജാതനായപ്പോൾ യേശു ക്രിസ്തുവിനെ, രക്ഷകനെ ദൈവജനം സ്വീകരിച്ചത് വ്യത്യസ്തങ്ങളായ രീതിയായിരുന്നു. ദൈവജനം സ്വീകരിച്ചത് വ്യത്യസ്തങ്ങളായ രീതിയായിരുന്നു. രക്ഷകനെ സ്വീകരിച്ച 5 കൂട്ടം ആളുകളെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ ആളാണ് സത്രം സൂക്ഷിപ്പുകാർ. സത്രം സൂക്ഷിപ്പുകാർ എങ്ങനെയാണ് ദൈവപുത്രനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയത്? എങ്ങനെയാണ് ഒരുങ്ങിയത്? നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായിട്ട് രക്ഷകൻ ജനിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും കാത്തിരിക്കുന്ന കാലമായിരുന്നു. തൻ്റെ മുൻപിൽ രക്ഷകൻ ജനിക്കേണ്ട തൻ്റെ മുൻപിൽ വന്നപ്പോൾ യേശുപിതാവും മാതാവും, ഗർഭിണിയായ മാതാവിനെയും കൂട്ടി യേശുപിതാവ് സ്ഥലമന്വേഷിച്ച് സൂക്ഷിപ്പുകാരുടെ അടുത്തെത്തി. ഞങ്ങൾക്ക് ഇടം തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ അവർക്ക് സ്ഥലമില്ലായിരുന്നോ? കൊടുക്കാനായിട്ട് സ്ഥലമില്ലായിരുന്നോ? ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? സ്ഥലം ഉണ്ടായിരുന്നോ? പിന്നെ എങ്ങനെ സൂക്ഷിപ്പുകാരൻ പറഞ്ഞ് ഇല്ലായിരുന്നു പറയുന്ന കാരണം? അതെ, നിങ്ങൾക്ക് ശരിക്കും നല്ല കാഞ്ഞ ബുദ്ധിയാണ്. കാരണം നിങ്ങൾ കൃത്യം പറഞ്ഞു. അവിടെ സൂക്ഷിപ്പുകാരൻ ഒരു പക്ഷേ സ്ഥലം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുകയാണ്, അല്ലെങ്കിൽ എന്തല്ലോ എവിടെയെങ്കിലുമൊക്കെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ വരുമ്പോൾ അവിടെ താമസിക്കാനായിട്ട് ഹോട്ടലിലൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ സ്ഥലമില്ലെന്ന് പറഞ്ഞാലും അന്ന് ഒരു പ്രഭുകുമാരൻ അല്ലെങ്കിൽ രാജകുമാരൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്ഥലം അവർക്ക് കിട്ടും. സ്ഥലമില്ല എന്ന് പറഞ്ഞ് കുറേ പേരൊക്കെ വിട്ടിട്ടുണ്ടെങ്കിലും ഒരു പ്രഭുകുമാരൻ അവിടെ വന്നെങ്കിൽ അവന് സ്ഥലമുണ്ട്. കാരണം അവൻ കാശ് കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഫേമസ് ആകും. അതുകൊണ്ടായിരിക്കാം. എന്തുവാകട്ടെ, ലോകരക്ഷകൻ അവിടെ വന്നത് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ഒന്ന്. രണ്ടാമത് യേശുപിതാവ് ഭയങ്കര ദരിദ്രനായിരുന്നു. അവൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. പിതാവ് പാവപ്പെട്ട ഒരു കാശാരിക്കാരനായതുകൊണ്ട് ആ മനുഷ്യൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. അവന് കൊടുക്കാൻ പറ്റി, ആ പിതാവിന് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർക്ക് സ്ഥലമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരവിടെ നിന്ന് ഇറക്കപ്പെടുകയാണ്. അവർക്ക് ഭാഗ്യം കൊണ്ട് ആരോ ഒരാളെ കാണിച്ചു കൊടുത്തു, അവിടെ ഒരു കാലിത്തൊഴുത്തുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോകുക. കാരണം പൂർണ്ണ ഗർഭിണിയായ, ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് ഇനി അതിദൂരം സഞ്ചരിക്കാനായിട്ട് യേശുപിതാവിന് പറ്റില്ലെന്നറിയാം. അതുകൊണ്ട് യേശുപിതാവ് കാലിത്തൊഴുത്താണെങ്കിൽ മാതാവ് അത് സംബന്ധിച്ചു കാലിത്തൊഴുത്തിലോട്ട് പോവുകയാണ്. സഹസ്രാബ്ദങ്ങളായിട്ട് നമ്മളെ രക്ഷിക്കാനുള്ള രക്ഷകനെ കാത്തിരുന്ന രക്ഷകനെ തിരിച്ചറിയാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? പാവപ്പെട്ടവരിൽ, നിരാലംബരിൽ, വിധവകളിൽ, ദരിദ്രരിലൊന്നും ഈശോ ദൈവത്തെ കാണാൻ പറ്റാത്ത കൊണ്ടാണ്. ചിലപ്പോൾ ദൈവം നമ്മുടെ മുന്നിലൊക്കെ വരുന്ന ഈ രൂപത്തിലൊക്കെയാണ് ദൈവം നമ്മുടെ മുന്നിൽ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. 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 പ്രിയപ്പെട്ടവരെ, നമുക്കും ഇത് സംഭവിക്കാം. നമ്മുടെ മുന്നിൽ പാവപ്പെട്ടവരായിട്ടും പതികരായിട്ടും അനാഥരായിട്ടും വിധവകളായിട്ടൊക്കെ നമ്മുടെ മുന്നിലും കൈ നീട്ടി നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ നമ്മൾ അവരെയൊക്കെ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയോ, ഒന്നും നമ്മുടെ കൊടുക്കാനില്ലെങ്കിൽ ഒരു പുഞ്ചിരി പോലും നമ്മൾ കൊടുക്കാതെ അവരെ അങ്ങനെ ഇറക്കി വിടുന്ന ഒരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ നിങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും, എന്നാലും കൂടുതൽ പേരും ഇച്ചിരി സാമ്പത്തിക ശേഷിയൊക്കെ ഉയർന്നവരൊക്കെ അവരുടെ കഥക് പോലും തുറക്കാത്തൊരവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മാത്യു 25:40, ഈ ചെറിയവൻ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. എന്താണ് വചനം? ഈ ചെറിയവൻ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. കത്തോലിക്ക തിരുസഭയിലെ ഏറ്റവും എല്ലാ വിശുദ്ധരും ഈ സത്യം തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവരാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധരൊക്കെ എങ്ങനെയാണ് വിശുദ്ധരായത്? നമ്മളെപ്പോലെ ഉള്ള കുടുംബങ്ങളിലൊക്കെ ജനിച്ചവരാണ് അവർ വിശുദ്ധരായി. തിരുസഭ മധുബകയിലൊക്കെ കയറ്റിയിരിക്കുന്നു. ഈ അൽഫോൻസാമിനൊക്കെ മധുബകയിൽ കയറ്റിയിരിക്കുന്നു. നമ്മളെപ്പോലെ വീട്, അങ്ങേർക്കാണെങ്കിൽ അപ്പനുണ്ട്, അമ്മ മരിച്ചു പോയതാണ്. എന്നിട്ട് പോലും 4-3 മക്കളുടെ ഏറ്റവും ഇളയ ആളാണ്. എങ്കിലും പുള്ളി എങ്ങനെ അൾത്താരെ കയറിയത്? പിന്നെ ഇവിടെ ആരോ ഉള്ളത്? ഓക്കെ, ജോൺ പോൾ 2 മാർപ്പാപ്പ എങ്ങനെ അൾത്താരെ കയറുന്നു? പാറമടയിൽ നിന്നും പത്രോസിൻ്റെ സിംഹാസനത്തിലായിട്ടാണ്. സാധാരണ ഒരു തൊഴിലാളി ആയിരുന്നു ആ മനുഷ്യൻ, എങ്ങനെ അവിടെ കയറി? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവർ നിലാരംബലില്, വിധവകളില്,
രോഗികളിൽ, പാവങ്ങളിലെല്ലാം ദൈവത്തെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ മുന്നിൽ കൂടെ കടന്നു പോകുന്ന ഉണ്ണിയേശുവിനെ നമ്മൾ കാണണം. നമ്മളവരെ കണ്ടേ പറ്റൂ. നമുക്ക് സ്വർഗത്തിലോട്ട് കയറണമെങ്കിൽ നമ്മളവരെ കാണണം. നമ്മളവർക്ക് എന്തെങ്കിലും കൊടുക്കണം. ഒന്നും കൊടുക്കാനില്ല, നല്ല വാക്ക്, നല്ലൊരു പുഞ്ചിരിയെങ്കിലും നമ്മൾ കൊടുക്കണം. നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കൊടുക്കണം. മാർട്ടിൻ എന്ന ഒരു വിശുദ്ധനെക്കുറിച്ച് പറയുകയാണ്. മാർട്ടിൻ താമസിക്കുന്ന ഒരു മഞ്ഞുള്ള ഒരു സ്ഥലത്താണ് മാർട്ടിൻ താമസിക്കുന്നത്. മാർട്ടിൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പെട്ടെന്ന് പുറത്തിറങ്ങുകയാണ്. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർട്ടിൻ്റെ ഒരു പുതമുണ്ടാണ് മാർട്ടിൻ ഇട്ടിട്ടാണ് പുറത്തിറങ്ങി അല്പദൂരം നടന്നപ്പോൾ ഒരു യാചകൻ കൈ നീട്ടി നിൽക്കുന്നു. അയാൾ വിറച്ച് അയാൾക്ക് ആകെയുള്ള വസ്ത്രം ഒരു നാമമാത്രം വസ്ത്രം മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നാണം മറയ്ക്കാനുള്ള വസ്ത്രം മാത്രം ഉണ്ടാവുകയുള്ളായിരിക്കും. അപ്പം ഈ മാർട്ടിന് അയാൾക്ക് കൊടുക്കാനായിട്ട് പൈസയൊന്നും കയ്യിലില്ല. മാർട്ടിൻ വേറെന്തോ പൈസയൊന്നും കൈ പിടിക്കാതെ എന്തോ കാര്യത്തിനാണ് തോന്നുന്നു പോകുന്നത്. മാർട്ടിൻ ഒന്നും ചിന്തിക്കാതെ തൻ്റെ പുതപ്പെടുത്ത് അതിനെ വലിച്ചങ്ങ് കീറി. ഈ യാചകൻ നോക്കി നിൽക്കുകയാണ്, ഇവൻ എന്നാ ചെയ്യുന്നതെന്ന്. കീറി പകുതി ആ യാചകന് കൊടുത്ത് മാർട്ടിൻ്റെ കാര്യത്തിന് പോയി. യാചകന് ഭയങ്കര സന്തോഷമായി. യാചകൻ സന്തോഷത്തോടെ വാങ്ങി താങ്ക് യു പറഞ്ഞ് ആ കിട്ടിയ പുതപ്പിൻ്റെ ഒരു പകുതി ഭാഗം പുതച്ച് ആ യാചകനും പോയി. അന്ന് വൈകുന്നേരം മാർട്ടിൻ ഒരു സ്വപ്നം കാണുകയാണ്. സ്വർഗത്തിൽ വിശുദ്ധരും മാലാഖമാരും ഉള്ള സ്ഥലത്തേക്ക് അതാ ഈശോ കടന്നു വരുന്നു. ആരൊക്കെയുള്ള സ്ഥലത്തോട്ട് ഈശോ കടന്നു വരുന്നത്? വിശുദ്ധരും മാലാഖമാരും ഉള്ള സ്ഥലത്തേക്ക് ഈശോ കടന്നു വരുന്നു. ഈശോയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ മാലാഖമാരും വിശുദ്ധരും ചോദിക്കുക, എന്താ ഈശോയെ ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണല്ലോ, എന്ത് പറ്റി? ഈശോയ്ക്ക് ഭയങ്കര ഈ കുട്ടികൾക്ക് കളിപ്പാട്ടം കിട്ടുമ്പോൾ ആദ്യമായിട്ടൊരു കളിപ്പാട്ടം കിട്ടുമ്പോൾ സന്തോഷമില്ലേ, അതുപോലെ ഭയങ്കര ചാടിത്തുള്ളി നടക്കുവാണ് ഈശോ. എന്നിട്ട് ഈശോ പറയാണ്, എൻ്റെ മാർട്ടിൻ അപ്പോൾ ഈശോയോട് ചോദിച്ചു, ഈ കയ്യിലൊരു പുതമുണ്ടിൻ്റെ പകുതി ഉണ്ടല്ലോ, അതും പിടിച്ചാണ് ഈ ചാടുന്നത് മുഴുവനും. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇതെൻ്റെ മാർട്ടിൻ എനിക്ക് തന്നതാണ്. പ്രിയമുള്ളവരെ, മാർട്ടിൻ തൻ്റെ പകുതി ഒരു യാചകന് കൊടുത്തപ്പോൾ യാചകൻ ഈശോയായിരുന്നു. ഈശോന് അത് കിട്ടിയപ്പോൾ ഈശോ മുകളിൽ സന്തോഷിച്ചതാണ്. സ്വർഗത്തിൽ വിശുദ്ധരോടും മാലാഖമാരുടെ ഇടയിൽ ഈശോ സന്തോഷിക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കാൻ പറയണേ, എൻ്റെ മാർട്ടിൻ ഇത് എനിക്ക് തന്നതാണ്. ഈ ചെറിയവരൊരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. നമ്മൾ മാർട്ടിൻ ചെയ്തത് കൂടിയുള്ള ചെറിയ യാചകന് ഒരു കുഞ്ഞ് സഹായം ചെയ്തപ്പോൾ സ്വർഗത്തിൽ അത് വിലയുള്ളതായി. ഈ ചെറിയവന് നിങ്ങൾ ഒരു സഹായം ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തത്. രക്ഷകനെ വരവേൽക്കുവാൻ ഏറ്റവും ആദ്യം അവസരം ലഭിച്ചത് ആർക്കാ? സത്ര ഉടമയ്ക്കായിരുന്നു. പക്ഷേ അവസരം പ്രയോജനപ്പെടുത്തിയോ? ഇല്ല. അത് തിരിച്ചറിയാതെ ആ വിളിക്ക് പ്രത്യുത്തരം കൊടുക്കാൻ സാധിക്കാതെ പരാജയപ്പെട്ടു പോകുന്ന സത്ര ഉടമക്കാരൻ. രണ്ടാമത് രക്ഷകനെ സ്വീകരിക്കാനായിട്ട് അവസരം ലഭിച്ചത് ആർക്കാ? ആട്ടിടയർക്കൊക്കെ ലഭിച്ചു. രണ്ടാമത് ലഭിക്കുന്നത് കന്നുകാലികൾക്ക്. അവരൊരു ജീവനുള്ള സംഭവമല്ലേ. കാലിക്കൂട് വലിയ ഭണ്ഡാരം കാലിക്കൂടൊന്നും അല്ല, ഒരു കുഞ്ഞു ഗുഹ പോലെയാണ്. പക്ഷേ ഈ കുടുംബം യേശുപിതാവും മാതാവും നിറവേറമായ മാതാവും കടന്നു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, അവർ തൻ്റെ കൂടിൻ്റെ ഒരു മൂലയിലോട്ട് അവർ ചെതറി നിൽക്കാതെ ഒതുങ്ങി നിന്നു. അത് കഴിഞ്ഞ് തങ്ങൾ ഭക്ഷിച്ച് മുഴുവൻ തീരാത്ത, അവർ രാത്രി മുഴുവൻ ചിലപ്പോൾ വൈക്കോൽ, മഞ്ഞുകാലമാകുമ്പോൾ അവർ വൈക്കോലാണ് കഴിക്കുന്നത്. വൈക്കോലും കൊണ്ടാണ് യേശുപിതാവ് വേഗം ഒരു മെത്ത പോലെ എന്തോ സംഭവം ഉണ്ടാക്കി, പുൽത്തൊട്ടി ഉണ്ടാക്കി അവിടെയാണ് മാതാവ് തൻ്റെ ജാതനെ, തിരുക്കുമാരനെ പ്രസവിക്കുന്നത്. ഈ കുഞ്ഞിനെ ഏറ്റവും അധികം കാണുന്നതും ഈ കാലികളാണ്. കാലികൾ നമുക്കൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാലികൾ അന്ന് ഭയങ്കര തണുപ്പല്ലേ, കാലികൾ ശ്വാസം കൊടുത്തൊക്കെയാണ് നല്ല ആ ചൂടൊക്കെ കൊടുത്തിരുന്നത്. കാരണം അവർ ആഘോഷമായിട്ട് നല്ല ശക്തമായിട്ട് ശ്വാസം വലിച്ച് ചൂട് കാറ്റ് ഉള്ളിൽ നിന്നൊക്കെ കൊടുത്തിരുന്നു. ബുദ്ധിയോ വിവേകവും ഇല്ലാത്ത ആ മൃഗങ്ങൾ ഈശോയെ സ്വീകരിക്കാനായിട്ട് അവർക്ക് പറ്റി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് ആർക്കാണ് ഈശോയെ സ്വീകരിക്കാനായിട്ട് അവസരം ലഭിച്ചത്? ആട്ടിടയന്മാർക്ക് അക്ഷരജ്ഞാനമില്ല. ഒരു സ്കൂളിൽ അവർ പോയിട്ടില്ല, ഒരു വിദ്യാലയത്തിൽ അവർ പഠിച്ചിട്ടില്ല, അവർക്കൊന്നും അറിയത്തില്ല. എങ്കിലും ദൈവിക വെളിപ്പെടലിൽ ദൈവത്തിൻ്റെ സ്വരത്തിൽ അവർ വിശ്വസിച്ചു. മാലാഖമാർ അവരുടെ മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ ദൈവകൃപ ലഭിച്ചവരാണ് ഈ ആട്ടിടയന്മാർ. അവർ രാത്രി അവർക്ക് കിടന്നുറങ്ങാം, പക്ഷേ തൻ്റെ ആടുകളെ മറ്റ് ജീവികളൊന്നും പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അവർ ഉണർന്നിരുന്ന് തീയൊക്കെ കാഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇങ്ങനെ വന്നത്. മുകളിലോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കുറേ മാലാഖമാരൊക്കെ കണ്ട് അവർ വിചാരിച്ചു, നമ്മളൊക്കെ ആണെങ്കിൽ അപ്പോൾ പുറപ്പെടില്ല. ഇത് ശരി തന്നെയാണോ?
അവർ പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാം. കുറച്ചൊക്കെ അടുത്താണെങ്കിലും അകലെയാണെങ്കിലും അവർ രണ്ട് മൂന്ന് ആട് കുഞ്ഞുങ്ങളെയൊക്കെ കൈ പിടിച്ച് ഒറ്റ പോക്കാണ് പോകുന്നത്. ആ രാത്രി തന്നെ ബാക്കി ആടുകളെ വേണ്ട പോലെ അവരുടെ ആലയത്തിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ച് അവർ പോയി രക്ഷകനെ കണ്ട് രക്ഷകനെ ആരാധിച്ചു. അവരുടെ നിഷ്കളങ്ക മനസ്സാണ് ഇങ്ങനെ ഉണ്ണീശോയെ മാതാവിനെ യേശുപിതാവിനെ കാണാൻ, തങ്ങളെ രക്ഷിക്കാനായിട്ട് രക്ഷകനെ കാണാനായിട്ട് അവരുടെ നിഷ്കളങ്ക മനസ്സാണ് അവരെ പോകാനായിട്ട് പ്രേരിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലൂക്ക 2:12 വചനം പറയുന്നു. വചനം നിങ്ങൾക്ക് അടയാളം, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ. പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടന്നിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അപ്പോൾ ഈ ആട്ടിടയന്മാർ പാഞ്ഞു പോയെങ്കിലും അവർ പിള്ളക്കച്ചയെ പൊതിഞ്ഞ് പുൽത്തൊട്ടി കിടക്കുന്ന ശിശുവിനെയൊക്കെ കണ്ടു. നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാണ്ട് നമുക്ക് ദൈവദൂതന് ഒരു പിള്ളക്കച്ചകൾ പോലും ഇല്ലാണ്ട് ജനിച്ചൊരു മനുഷ്യൻ നമ്മളെങ്ങനെ വിശ്വസിക്കാനാണ്? നമുക്ക് വിശ്വാസം വരുമോ? നമുക്ക് വിശ്വാസം വരില്ല. കാരണം ഇവർ നൂറ്റാണ്ടുകളായി കാത്തിരുന്നതാണ്. ദൈവദൂതന്മാരാണ് വന്ന് പറഞ്ഞത്. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു വിശ്വാസക്കുറവുണ്ടായില്ല. അവർ വേഗം വിശ്വസിച്ചു. അവർ രക്ഷകനെ ആരാധിച്ചു. രക്ഷകനെ അവർ കൊണ്ടുപോയ ആടിനെയൊക്കെ സമർപ്പിച്ചെന്ന് പലരും പറയുന്നുണ്ട്. അവർക്കുള്ള സമ്പാദ്യം അതാണ്, അവരത് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവരെ തന്നെ പൂർണ്ണമായി ആ രക്ഷകന്റെ മുൻപിൽ അടിയറ വെച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലോകം മുഴുവനും രക്ഷിക്കാൻ, തങ്ങളെ രക്ഷിക്കാൻ വന്ന രക്ഷകന് അവർ തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. രക്ഷകനെ അവർ ആരാധിച്ചു. ഇനി അടുത്തതായിട്ട് രക്ഷകനെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചത് ആർക്കാ? ജ്ഞാനികൾക്ക്. ഈ ജ്ഞാനികളാണെങ്കിൽ ഇവർക്ക് നല്ല ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? എന്താണ് പ്രിയപ്പെട്ടവർ യഥാർത്ഥത്തിൽ ജ്ഞാനം? ദൈവത്തെ അറിയുന്നത്, പരിശുദ്ധാത്മാവിനെ അല്ലെ ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയുകയാണ് ജ്ഞാനം അല്ലെങ്കിൽ അറിവ്. ഈ ജ്ഞാനികളെ വിശേഷിപ്പിക്കുന്നത് തന്നെ അവർക്ക് നല്ല അറിവുണ്ടായിരുന്നു. അവർ ഇങ്ങനെ ഈ പ്രപഞ്ചത്തെ നോക്കി, പിന്നെ ഈ ആകാശത്തേക്ക് നോക്കി, അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കി എപ്പോഴും വീക്ഷിച്ചുകൊണ്ട് എപ്പോഴാണ് രക്ഷകൻ ജനിക്കുന്ന അറിയാൻ നോക്കിയ ജ്ഞാനികളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജ്ഞാനികൾ മുകളിലൊരു നക്ഷത്രം, എല്ലാ നക്ഷത്രത്തെ പോലും അല്ല, ഇതൊരു വ്യത്യസ്തമായ വാലിന് നീളമുള്ളൊരു നക്ഷത്രം വന്നിരിക്കുന്നു. അവർക്ക് വേഗം തിരിച്ചറിഞ്ഞു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. എവിടെയാണെന്ന് അവർക്ക് അറിയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ജ്ഞാനികൾ 3 പേരും ഒരു സ്ഥലത്തുള്ള ആൾക്കാരല്ല. അവർ 3 പേരും 3 സ്ഥലത്തിലാണ്. 3 പേര് ഇതേ കണ്ടിട്ട് ഒരേ ആശുപത്രിയുടെ ഇറക്കി പുറപ്പെട്ട് വഴിക്ക് എവിടെയോ വെച്ച് അവർ ഒന്നിച്ച് പോയതാ, യാദൃശികമായി ഒന്നിക്കപ്പെട്ടതാണ്. അവർ 3 പേര് ഇറങ്ങിയത് ഒരേ സമയത്തൊന്നും ആവില്ല. പക്ഷേ അവർ പോരുമ്പോൾ എന്താ ചെയ്തെന്നറിയോ? രക്ഷകൻ ജനിച്ചു എന്നറിയാം. യൂദയായിലെ ബെത്ലഹേമിലാണ് രക്ഷകൻ ജനിക്കുന്നതെന്ന് അവർക്കറിയാം. ബെത്ലഹേം എവിടെയാണെന്ന് അവർക്കറിയില്ല. പക്ഷേ അവർ 3 പേരും 3 സ്ഥലത്തുനിന്ന് 3 സമയത്ത് പുറപ്പെട്ടു. അവർ പുറപ്പെടുന്നതിന് മുന്നേ തങ്ങളുടെ സമ്പാദ്യമെല്ലാം വിറ്റു. ഈ രക്ഷകന് വേണ്ടി തങ്ങളുടെ സമ്പാദ്യമെല്ലാം വിറ്റു. അതിൻ്റെ ഒരു ഓഹരി കൈപിടിച്ചു. കാരണം അവരൊരു മാസത്തോളം ചിലപ്പോൾ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. അന്ന് വലിയ പ്ലെയിനൊന്നും ഇല്ല, ആകെ കഴുതിയല്ല ഒട്ടകമൊക്കെ ഉള്ളൂ. ഒട്ടകത്തിൻ്റെ പുറത്തിരുന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒട്ടകമാണെങ്കിൽ കാലിങ്ങനെ മെല്ലെ വെച്ചിട്ടാണ് വരുന്നത്, അല്ലാണ്ട് അത് ഓടിയൊന്നും അല്ല വരുന്നത്. അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് 3 പേര് ഒന്നിക്കപ്പെട്ടു. അവർ നേരെ പോകുന്നത് ഹെറോദോസിൻ്റെ പക്കലേക്കിലാണ് അവർ പോകുന്നത്. ഹെറോദോസിനും അറിയാം രക്ഷകൻ ജനിക്കുന്ന, ഹെറോദോസിനും അറിയാം. പക്ഷേ ഹെറോദോസിനോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അതിന് നേരെ പോരുന്നു. നക്ഷത്രം വന്ന് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ണീശോയെ കണ്ട് അവർ ഉണ്ണീശോയ്ക്ക് കൊടുക്കാനൊരു സമ്മാനവും കരുതിയാണ് വന്നത്. അവരുടെ യാത്രയിൽ തുടക്കത്തിലെ ഉണ്ണീശോയ്ക്ക് കൊടുക്കാനൊരു സമ്മാനവും യാത്രാ ചെലവുമായിട്ട് അവരുടെ സമ്പാദ്യം മുഴുവൻ വിറ്റ് അവർ പോന്നു. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ രക്ഷകനൊക്കെ ജനിച്ചു നമ്മൾ നമ്മുടെ സമ്പാദ്യമൊക്കെ വിറ്റ് നമ്മൾ പുറപ്പെടുവോ? ഇല്ല. പുറപ്പെടുവോ? എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ പുറപ്പെടില്ല എന്നാണ്. ഇന്നൊക്കെയാണെങ്കിൽ ഞാൻ പുറപ്പെടുന്നിരിക്കും. പക്ഷേ നമ്മളൊരു സാധാരണ വ്യക്തി നമ്മൾ പുറപ്പെടില്ല. പക്ഷേ ഇത്രയും അറിവുള്ള ഈ ജ്ഞാനികൾ തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ വിറ്റ് രക്ഷകന് വേണ്ടി, രക്ഷകൻ്റെ മുൻപിൽ അടിയറ വയ്ക്കുന്നതിന് വേണ്ടി പോകുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് ഉണ്ണീശോയെ വരവേൽക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് ആർക്കാ? ഹെറോദോസിന്. ഹെറോദോസ് രാജാവായിരുന്നു, ഭരണാധികാരിയായിരുന്നു. രാജാവല്ല, ഭരണാധികാരിയായിരുന്നു. ഹെറോദോസിൻ്റെ സ്ഥലത്താണ് വന്നിട്ട് പേരെഴുതിക്കരുത്. അങ്ങനെയാണ് പൂർണ്ണഗർഭിണിയായ
ഇങ്ങനെ കാലങ്ങളോളം നടന്നു വന്നപ്പോഴാണ് ഇവിടെ എത്തിയപ്പോൾ സമയമായി. അവിടുന്ന് അത്രയും ആയിട്ടില്ല, ചിലപ്പോൾ 6-ാം മാസത്തിലൊക്കെ പുറപ്പെട്ടതായിരിക്കാം, അല്ലെ 5-ാം മാസത്തിലൊക്കെ പുറപ്പെട്ടതായിരിക്കാം. ഒത്തിരി ദൂരം യാത്ര ചെയ്ത് വന്നപ്പോഴേക്കും മാസങ്ങൾ കടന്നുപോയി. പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൂട്ടി വന്ന് ബെത്ലഹേമിലാണ് രക്ഷകൻ പിറക്കപ്പെടുക എന്ന് പ്രവാചകന്മാരിലൂടെ നേരത്തെ തന്നെ എഴുതപ്പെട്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രക്ഷകനെ സ്വീകരിക്കാൻ ജ്ഞാനികളിലൂടെ രക്ഷകൻ ജനിച്ചു എന്ന അറിവ് ഹെറോദിന് ലഭിച്ചിട്ടും ഹെറോദോസ് എന്താണ് ചെയ്തത്? എന്താ ചെയ്തത്? അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ആരാധിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങളോട് വന്ന് പറയണം. ഹെറോദോസ് പുറപ്പെടാൻ തീരുമാനിച്ചില്ല. ഹെറോദോസിനെ കൂടെ രക്ഷിക്കാൻ വന്നവനെ ഹെറോദോസ് കൊന്നുകളയാനാണ് ആഗ്രഹിച്ചത്. ഹെറോദോസ് ചെയ്ത വലിയൊരു ക്രൂരത എന്താ? രക്ഷകൻ്റെ പ്രായം വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ഒരു 3 മാസം 4 മാസം വരെ കൂട്ടാം. ആ പ്രായം വരെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ളതിന് 2 വയസ്സിന് താഴെയുള്ള 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നു. ആ നാട്ടിലെ എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നു. ഏത് അമ്മമാർക്ക് ആർക്കാ ഈ സങ്കടം സഹിക്കാൻ പറ്റുക? നമുക്ക് നോക്കുമ്പോൾ രക്ഷകന് വേണ്ടി എത്ര കുഞ്ഞുങ്ങളാണ് ജീവൻ ബലി കഴിച്ചത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ രക്ഷകനെ വരവേൽക്കാൻ വിളി ലഭിച്ച 5 ഗണം ആളുകളുണ്ടായിരുന്നു. അതിൽ വിദ്യാസമ്പന്നരായ ആളുകളുണ്ടായി, വിദ്യാഭ്യാസമില്ലാത്ത ആളുകളുണ്ടായി, യാതൊരു ബുദ്ധിയോ വിവരമോ ഒന്നുമില്ലാത്ത മൃഗങ്ങളും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, പണമുണ്ട്, സാമ്പത്തിക മേഖലകൾ ഉയർന്നുണ്ട്, ജോലി മേഖലകളുള്ള അവരും ഉണ്ടായിരുന്നു. പക്ഷേ രക്ഷകനെ സ്വീകരിക്കാനായിട്ട് എളിമയുള്ള ഹൃദയമുള്ളവർക്കൊക്കെ രക്ഷകനെ സ്വീകരിക്കാനായിട്ട് പറ്റി. ആർക്കൊക്കെയാണ് സ്വീകരിക്കാൻ പറ്റാതെ വന്ന്? സത്ര ഉടമയ്ക്കും ഹെറോദസിനെ സ്വീകരിക്കാൻ പറ്റില്ല. ആരൊക്കെയാണ് സ്വീകരിച്ചത്? ആട്ടിടയർ, ജ്ഞാനികൾ, പിന്നെ കന്നുകാലികൾ. ഈശോയെ സ്വീകരിക്കാനുള്ള വിളിയും നിയോഗവും നമുക്കെല്ലാവർക്കും ഉണ്ട്. കാരണം വെളിപാട് 3:20 വചനം ഇപ്രകാരം പറയുന്നു, ഞാനിതാ ഹൃദയവാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും സ്വരം ശ്രവിച്ച് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ വസിക്കും. കർത്താവാണ് നമ്മളോട് ഈ വചനം പറയുന്നത്. ഞാനിതാ ഹൃദയവാതിൽക്കൽ മുട്ടുന്നു. ഉണ്ണീശോ നമ്മളെ ഹൃദയവാതിൽക്കൽ വന്ന് മുട്ടുന്നുണ്ട്. നമ്മൾ വാതിലൊന്ന് തുറന്നു കൊടുത്താൽ മതി, തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ കയറും. നമുക്ക് വാതിൽ തുറക്കാനായിട്ട് എന്നെ എത്ര വിഷമം. പ്രിയമുള്ളവരെ, നമ്മുടെ അഹങ്കാരത്തെയും നമ്മുടെ അസൂയയും നമ്മുടെ കുഞ്ഞു കുഞ്ഞു തഴക്ക ദോഷങ്ങളെയൊക്കെ നമുക്കൊന്ന് അടിയറ വയ്ക്കാം. നിർമ്മല ഹൃദയത്തോട് ഉണ്ണീശോയെ വരവേൽക്കാം. ഉണ്ണീശോയ്ക്ക് എൻ്റെ ഹൃദയത്തിലും വന്ന് പിറക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളത് സാധിപ്പിച്ച് കൊടുക്കണ്ടേ? ഈ ക്രിസ്മസിൻ്റെ വളരെ ഒരു പ്രത്യേകമായിട്ട് ദൈവം നമുക്ക് സന്ദേശം ഇതാണ്, ഇതാ നിനക്കൊരു ജീവിതം, ദൈവം നൽകിയ സമ്മാനം. നമുക്ക് ദൈവം നൽകിയൊരു സമ്മാനമാണ് ഈ ജീവിതം. സ്നേഹിക്കുവാൻ അത് തികയില്ല, സ്നേഹത്താൽ അത് നിറയണം. എന്താണ്? സ്നേഹിക്കുവാൻ അത് തികയില്ല, സ്നേഹത്താൽ അത് നിറയണം. ഏറെ ക്ഷമിക്കണം, ഏറെ പരിധി വിട്ട് ഭൂമിയോളം ക്ഷമിക്കണം, ഏറെ ക്ഷമിക്കണം. വേദനിച്ച് സ്നേഹിക്കാൻ മാത്രം വളരണം. എങ്ങനെ വളരണം? വേദനിച്ച് സ്നേഹിക്കാൻ മാത്രം നമ്മൾ വളരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് ത്യാഗമാണ്, ത്യാഗവീതിയാണ്, അത് സ്വർഗവീതിയാണ്. എന്താണ് ദൈവം നമുക്ക് തരുന്ന സന്ദേശം? ഇതാ നിനക്കൊരു ജീവിതം, ദൈവം നൽകുന്ന സമ്മാനം. സ്നേഹിക്കുവാൻ അത് തികയില്ല, സ്നേഹത്താൽ അത് നിറയണം. ഏറെ ക്ഷമിക്കണം, വേദനിച്ച് സ്നേഹിക്കാൻ മാത്രം വളരണം. ത്യാഗവീതിയാണ്, അതൊരു ത്യാഗമാണ്, സ്വർഗവീതിയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും അംഗീകരിക്കുവാനും ക്ഷമിക്കുവാനും സ്നേഹ ശുശ്രൂഷ ചെയ്യുവാനും നമുക്ക് പരിശ്രമിക്കാം. തകർച്ചകളിൽ ശക്തരാകുവാനും സങ്കടങ്ങളിൽ ആശ്വാസമേകുവാനും വൈകി എത്തുന്നവരെ കാത്തിരിക്കുവാനും കരുതലുള്ള സ്നേഹത്തോടെ എന്തെങ്കിലുമൊക്കെ അവർക്ക് സൂക്ഷിച്ച് കൊടുക്കുവാനും നമുക്ക് കഴിയണം. എന്തൊക്കെയാണ് പറഞ്ഞത്? മറ്റുള്ളവരെ സ്നേഹിക്കണം, ആദരിക്കണം, അംഗീകരിക്കണം, ക്ഷമിക്കണം, സ്നേഹ ശുശ്രൂഷ ചെയ്യണം. പിന്നെ തകർച്ചകളിൽ നമ്മൾ ശക്തി കൊടുക്കണം. പിന്നെ സങ്കടങ്ങളിൽ ആശ്വാസം കൊടുക്കണം. വൈകി എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളിൽ നിന്നൊക്കെ അകറ്റപ്പെട്ടു. അവർ വൈകിയാണ് ഇനി തിരിച്ചെത്തുന്നത്. അവരുടെ വരവിന് നമ്മുടെ സങ്കടത്തോടെയല്ല, ജപമാല ചൊല്ലി കാത്തിരിക്കുന്നു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പലവിധ ലഹരികൾക്കൊക്കെ അടിമപ്പെട്ട് പോയിരിക്കുവാണ്. ഇപ്പോൾ
നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ സിസ്റ്റർമാരും അച്ഛന്മാരും വരയ്ക്കും. ഞങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ ലോകത്തിൻ്റെ മുന്നിൽ ലോകത്ത് മുഴുവൻ അപ്പൻ്റെയും അമ്മയുടെ റോളാണ് ഞങ്ങൾക്കുള്ളത്. ഓരോ കുഞ്ഞും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കുഞ്ഞ് പോകുമ്പോൾ മാത്രമുള്ള ഒരു വേദന. ഞങ്ങൾക്ക് ഇവിടെയുള്ള കുടുംബത്തിൻ്റെ ഓരോ കുഞ്ഞ് പോകുമ്പോഴും ഞങ്ങളുടെ ഹൃദയം പൊട്ടുകയാണ്. ദൈവമേ, ദൈവസ്നേഹത്തിൽ നിന്ന് ആ കുഞ്ഞ് അകന്നുപോയി, ആ കുഞ്ഞ് നശിക്കുകയാണ്. ഇനിയൊരു ലോകം, യുവാക്കളും യുവതികളൊക്കെ നല്ലൊരു ലോകത്തിലോട്ടല്ല ഇനി നമ്മൾ കാല് വെക്കണത്. നമ്മളൊക്കെ ജീവിച്ചപ്പോൾ നല്ല ഒരു തലമുറയുണ്ട്. കെട്ടിച്ച് വിടുന്ന പെൺകുട്ടി 4 ദിവസം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു വരുന്നു. പിന്നെ കേൾക്കുന്ന ഡൈവോഴ്സ്. നമ്മുടെ കാലത്ത് നമ്മുടെ കെട്ടിയവൻ എത്ര അടിച്ചാലും എത്ര ഇടിച്ചാലും എത്ര അടി കിട്ടിയാലും പിറ്റേ ദിവസം നമ്മളത് മറന്ന് വീണ്ടും സ്നേഹിക്കുകയാണ്. ചോറ് വെച്ച് കൊടുക്കുകയാണ്. എല്ലാം വൈകുന്നേരം വന്ന് വീണ്ടും ഇതാ കിടക്കുന്നു. ചോറും വെച്ച കലമൊക്കെ വാഴച്ചൂട്ടിലോട്ട് അല്ലെങ്കിൽ തെങ്ങിച്ചൂട്ടിലോട്ടൊക്കെ പറന്നു പോകുന്ന രംഗം നമ്മളൊക്കെ കാണാറുണ്ട്. നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും പറ്റുന്നില്ല. അനുഭവമില്ല, അറിവില്ല. അവർ ഒരു ദിവസം തന്നെ കൂടെ ജീവിക്കേണ്ടതെന്നറിയില്ല. 2-ാം ദിവസം നമ്മൾ തിരിച്ച് വരുവാണ് നമ്മുടെ വീട്ടിലോട്ട്. നമ്മൾ കയറ്റുന്നു, പിന്നെ നമ്മൾ പറഞ്ഞു വിടുന്നില്ല. നമുക്ക് പറഞ്ഞു വിടാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളായിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് ദിവസം പറയുകയാണ്, എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് എനിക്ക് ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ വന്ന് എന്നെ കൊന്നാലും ശരി, ഞാൻ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു വരില്ല എന്ന്. ചേച്ചിക്ക് ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ വാക്ക് ഞാൻ കേട്ടു, എന്നെ കൊന്നാലും ശരി ഞാൻ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു വരില്ല എന്ന്. എനിക്കതൊന്നും പച്ചക്കടാതെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യം. ഞാനിന്ന് എൻ്റെ മക്കളായ ഈ ദൈവജനത്തിന് മുന്നിലോട്ട് നോക്കുമ്പോൾ ഓരോ കുഞ്ഞിനെയും വലിയ സ്നേഹത്തോടെ കല്യാണം കഴിച്ചൊക്കെ പറഞ്ഞയക്കുന്നു. പറഞ്ഞയച്ചിട്ട് കുറച്ച് ദിവസം കഴിയുന്ന മുന്നേ അവറ്റകളൊക്കെ തിരിച്ചെത്തുന്നു. അത് എൻ്റെ കെട്ടിയവൻ കൊന്നാലും ശരി ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരില്ല എന്ന് ഈ കുഞ്ഞ് വിചാരിക്കുന്നില്ല. ഇനി കല്യാണം കഴിച്ചു കൊണ്ട് പയ്യനാണെങ്കിൽ തന്നെയും അവന് വേറെ ചിലപ്പോൾ പല പല കേസുകൾ അല്ലെങ്കിൽ പല പല വ്യക്തികളും ഒക്കെ ഉണ്ടായാലും അവൻ അതിനെയൊക്കെ ചൊല്ലിട്ട് അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഈ കുഞ്ഞിൻ്റെ കഴുത്തിലേക്ക് താലി കെട്ടുന്നത്. എന്തുമാകട്ടെ, എല്ലാവരും അങ്ങനെയൊന്നും അല്ലെങ്കിലും പക്ഷേ അവൻ അതിൽ നിന്ന് പിന്തിരിയാൻ മനസ്സ് കാണിക്കുന്നില്ല. അല്ലെങ്കിൽ 4 ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ കൂടെ വേറൊരു പെണ്ണിൻ്റെ കൂടെ പോകുന്നൊരവസ്ഥ. നമ്മൾ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ച ദൈവം കേൾക്കും. ഇത് ഒരു പക്ഷേ എൻ്റെ കുഞ്ഞിനൊന്നും പോയിട്ടില്ലല്ലോ, എൻ്റെ വീട്ടിൽ കുഴപ്പമില്ല, അങ്ങനെ വിചാരിക്കരുത്. ഈ ലോകത്തിലെ ഭൂരിപക്ഷം പിള്ളേരും ഈ മോഡലാണ്. ഈ ലോകത്തിലെ പിള്ളേർ കല്യാണം കഴിഞ്ഞ് പോകുന്ന പിള്ളേർ മിക്കതും തിരിച്ചു വരുവാണ്. ഡൈവോഴ്സ് ഇന്ന് ഇരട്ടി ആവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഉണ്ണീശോയുടെ പിറവിക്ക് ഒരുങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, ഈശോയെ ഓരോ പുതിയ കുടുംബത്തെ രൂപപ്പെടുത്തി വിടുമ്പോൾ അവർ മരണം പോലെ വിശ്വസ്തയോടെ നിൽക്കണമേ, അവരുടെ കുടുംബത്തെ അങ്ങ് വലുതാക്കണമേ. നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മളെ തന്നെ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറകളെയും എൻ്റെ വരുമാന മാർഗങ്ങളെയും സമർപ്പിക്കാം. ഈ ദൈവമേ, എൻ്റെ ഈ കൊച്ചു കേരളത്തെയും ഈ കൊച്ചു കേരളത്തിലെ എല്ലാ കുടുംബങ്ങളെയും, ദൈവമേ, ഈ ലോകം മുഴുവനിലെ എല്ലാ കുടുംബങ്ങളെയും, അവിടെ വളരുന്ന എല്ലാ യുവാക്കളെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും സ്നേഹം കൊണ്ട് പൊതിയണമേ. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പരിശുദ്ധ യോസേപ്പിതാവും അനുഭവിച്ച വേദനയും സങ്കടവും ഒന്നും ഞങ്ങൾ അനുഭവിക്കുന്നില്ല. പക്ഷേ അവർ സമാധാനം അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ കുടുംബത്തിലേക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം ഒരു നിമിഷം കണ്ണു തുറക്കാം. സിസ്റ്റർ വായിച്ചൊരു പുസ്തകമാണ്. യേശുപിതാവിൻ്റെ ഒരു പുസ്തകത്തിൽ വായിച്ചപ്പോൾ ഇങ്ങനെ വായിക്കുകയുണ്ടായി. യേശുപിതാവും മാതാവും കൂടെ തിരിച്ച് ഉണ്ണീശോയും കൊണ്ട് തിരിച്ചു പോരുകയാണ്, അല്ലെങ്കിൽ ബെത്ലഹേമിലോട്ട് പോകുന്ന സമയം. അപ്പോൾ യേശുപിതാവിൻ്റെ കയ്യിലുള്ള ഭക്ഷണ സാധനമൊക്കെ കഴിഞ്ഞു. ഇനി ആകെ ഒരപ്പം കൂടി ഉള്ളൂ. അത് മാതാവിന് പകുതി മുറിച്ച് കൊടുത്തു. മാതാവ് ഗർഭിണിയായല്ലേ, പിന്നെ പകുതിയല്ല മുക്കാലോളം മാതാവിന് കൊടുത്തു. പിന്നെ യേശുപിതാവ് ഇങ്ങനെ നോക്കുമ്പോൾ കഴുത നിൽക്കുന്നു. അപ്പോൾ യേശുപിതാവ് അതിനെ മേലെ തട്ടി കഴുതയ്ക്ക് അത് കൊണ്ടു കൊടുത്തിട്ട് കഴുതേനെ ഒന്ന് തലപിടി. യേശുപിതാവ് ഒന്നും കഴിക്കുന്നില്ല. ആ ദാരിദ്ര്യത്തിൽ ആ മനുഷ്യൻ ഈ യാത്രയിൽ ഒന്നും തന്നെ കഴിക്കുന്നില്ല. ഏതോ ഒരു തടാകത്തിൽ, അതിൻ്റെ ഒരു വീഡിയോ കണ്ടത്, ഒരു തടാകത്തിൽ കുറച്ച് സമയത്ത് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ അവർ വിശ്രമിക്കുമ്പോൾ യേശുപിതാവ് മാതാവ് കഴുതയുടെ പുറത്തിരിക്കുന്നതുകൊണ്ട് മാതാവിന് ഈ കഴുത നടക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഗർഭിണിയായ ഭാര്യയ്ക്ക് അതിൻ്റെ മുകളിലിരിക്കും പാടൊക്കെ തന്നെയാണ്. യേശുപിതാവിൻ്റെ കാലും മുള്ളും കല്ലുകളൊക്കെ കൊണ്ട് കീറി രക്തമൊക്കെ വരുന്നുണ്ട്. യേശുപിതാവ് ആ തടാകത്തിന് തീരെ കിടന്നുറങ്ങുമ്പോൾ മാതാവ് തടാകത്തിലിറങ്ങി തൻ്റെ തുണി നനച്ച്, മേൽമുണ്ടിൻ്റെ ഒരു മൂല നനച്ച് യേശുപിതാവിൻ്റെ കാലങ്ങ് തുടച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ സീനൊരു കാണുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിദ്രയിൽ ഉറങ്ങുന്ന യേശുപിതാവ് അറിയുന്നില്ല മാതാവ് ഈ കാലിങ്ങനെ തുടയ്ക്കുന്നത്. തനിക്ക് വേണ്ടി, തൻ്റെ കുഞ്ഞിന് വേണ്ടി ഈ മനുഷ്യൻ ഈ ദൂരം മുഴുവൻ ഒരുപക്ഷെ 2-3 മാസങ്ങളോളമായിട്ടുണ്ട് നടന്നു പോകുന്ന ഈ മനുഷ്യൻ എനിക്ക് വേണ്ടി,
എൻ്റെ കുഞ്ഞിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി ഈ യേശുപിതാവ് നിശബ്ദമായുള്ള ആ നടപ്പ്, പ്രിയപ്പെട്ടവരെ, നമുക്കതൊരിക്കലും മറക്കാൻ പറ്റില്ല. യേശുപിതാവ് ഞാൻ പറഞ്ഞില്ല, ആ കുഞ്ഞു ഭക്ഷണം ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്ത യേശുപിതാവ് കഴിച്ചില്ല. യേശുപിതാവ് മാതാവിനെയും ഉണ്ണീശോയെയും സംരക്ഷിക്കുന്ന ദൗത്യം പൂർണ്ണതയിൽ നിർവഹിച്ചൊരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് യേശുപിതാവിനോടും പ്രാർത്ഥിക്കണം. തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനായ യേശുപിതാവ് നമ്മുടെ കുടുംബത്തിൻ്റെ, നമുക്ക് ചില കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങളൊക്കെ യേശുപിതാവിനോട് പറഞ്ഞു നോക്കുക. യേശുപിതാവ് നമ്മുടെ കുടുംബത്തിന് ഇടപെടും.